ഹലോ, എല്ലാവർക്കും എന്നാണ് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ ഇട്ടു. അപ്പം ഒത്തിരി നാളായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒന്നും കൂട്ടത്തിലൊരു ഭക്ഷണം കഴിക്കുകയോ ഇരിക്കുകയോ വർത്തമാനം പറയാനൊന്നും ഈ കൊറോണ കാരണം പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൊറോണ, അതിനകത്ത് ഒന്നോ രണ്ടോ പേർക്കൊഴിച്ച് എല്ലാവർക്കും തന്നെ കൊറോണ എല്ലാം വന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല വാക്സിൻ്റെ 2 ഡോസും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. പിന്നെ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് പോലെ തന്നെ 30 പേർക്ക് മാത്രമേ നമുക്ക് ഗാർഡനിൽ പാർട്ടി ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ വീടിനകത്ത് 6 പേരെ കയറ്റാം. പിന്നെ പിള്ളേർക്കാണെങ്കിൽ 15 പേരെ നമുക്ക് വീട്ടിൽ അവരുടെ എന്ത് ഇൻഡോർ ആക്ടിവിറ്റീസിലാണെങ്കിലും നമുക്ക് പങ്കെടുപ്പിക്കാം. എന്നാന്ന് പറഞ്ഞാൽ അവർ 2 ദിവസവും ആഴ്ചയിൽ കൊറോണയുടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അവർ മാസ്ക് വെക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ മേ ബി മോസ്റ്റ് പ്രോബബ്ലി ഇൻ സെപ്റ്റംബറിൽ എന്നാ പറയുന്നത് പിള്ളേർക്ക് വാക്സിൻ കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ ഇവിടെ ബൂസ്റ്റർ ഡോസിൻ്റെ നമുക്ക് എല്ലാ വർഷവും ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഫ്ലൂ ജാബ് അല്ലെങ്കിൽ വയസ്സായവർക്ക് ഫ്ലൂ ജാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പനിയുടെ എല്ലാ വർഷവും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പനി വരുന്നതാണ് എന്നാ പറയുന്നത് ഒക്ടോബറിൽ. അപ്പോൾ നമ്മൾ ഫ്ലൂ ജാബ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണയുടെ ബൂസ്റ്റർ ഡോസും ഇനി എല്ലാ വർഷവും കൊടുക്കണമെന്നാണ് ഇവിടെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ഹോസ്പിറ്റലാണ് അത് ട്രയൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇവിടുത്തെ 3 ഹോസ്പിറ്റലാണ് ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഒരു പാർട്ടാവുന്നതിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഞങ്ങൾ പ്രൗഡാണ്. ഓക്കെ, അപ്പം എന്താണ് ഇത്രയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് എന്ന് നിങ്ങൾ ഓർക്കില്ലേ? ഇവിടെ ഇത്ര റെസ്ട്രിക്ഷനുള്ളപ്പോൾ എങ്ങനെയാണ് ആഘോഷിച്ചത്? നമ്മൾ നിയമത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി എൻ്റെ കുറേ ഫ്രണ്ട്സ്, എൻ്റെ വാർഡിലെ മാനേജർ ഒക്കെ ഞാൻ വിളിക്കണം എന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞതുമാണ്. പക്ഷേ ഹോള് കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഹോള് കിട്ടിയില്ല. അത് മാത്രമല്ല, നമുക്ക് ഇത്രയും ആൾക്കാരെ പറ്റത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് അവർക്ക് വയ്യാതായിപ്പോയാണ് ലാസ്റ്റ് മിനിറ്റിൽ. അപ്പം നമുക്ക് വേറെ ആരെയും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വെതർ ഭയങ്കര ബാഡായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമുക്ക് വേറെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വേറെ എൻ്റെ ആൾക്കാരെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. അവരെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയുന്നത്, അപ്പം ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ എനിക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അതിനകത്തെ ഒരു ഗിഫ്റ്റ്, ഞാൻ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഫ്ലവർ പ്ലാന്റാണ്. നമ്മുടെ ജാസ്മിൻ. നല്ല മണമാണ്. അത് പുറത്ത് നമുക്ക് കുഴിച്ച് വെക്കാവുന്നതാണ്. ഞാനിതുവരെ കുഴിച്ച് വെച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. അത് നമ്മൾക്ക് വരണം. അതിൻ്റെ സെയിം പ്ലാന്റ്, സെയിം കളറെല്ലാം ഉണ്ട്. പുറത്ത് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് കുഴിച്ച് വെക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് പുറത്ത് കുഴിച്ച് വെക്കാത്തത്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ എനിക്ക് ചെടികളോടുള്ള ഭയങ്കര ക്രേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ചെടിയാണ് കുറേ ചെടി മേടിച്ചു തന്നു. അപ്പം അത് കുറച്ച് ഏറ്റവും ഇഷ്ടമുള്ള ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു. ബൊഗൈൻവില്ല ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് ആഗ്രഹിച്ചത്. നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ജീവ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ പല കളറിൽ ബൊഗൈൻവില്ല ഉണ്ട്. അപ്പോൾ അത് അവരുടെ നിന്നൊരു തൈ മേടിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ എനിവേ UK പൈസ കൊടുത്ത് അത് എനിക്ക് അപ്പം ഫസ്റ്റ് ഷൈനി ചേച്ചി മേടിച്ചു തന്നു. പിന്നെ അത് രജനി ചേച്ചി എൻ്റെ വേറൊരു കളർ, എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ്. പുള്ളിക്കാരി റെഡ് എനിക്ക് മേടിച്ചു തന്നു. അപ്പം എൻ്റെ ഗിഫ്റ്റുകൾ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല. ഇന്നിപ്പോൾ 25 ഡേറ്റ്. എത്രയും ദിവസമായി? 19 എനിക്ക് 19 22 കിട്ടിയതാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗിഫ്റ്റ് കണ്ടോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഇതുവരെ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് രജനി ചേച്ചി തന്ന എൻ്റെ ബൊഗൈൻവില്ലയാണ്. വേണ്ട. അപ്പം ഇത് ഞാനാണെങ്കിൽ എന്താ പറയുക, എനിക്കൊരു വലിയൊരു ചെടിച്ചട്ടിക്കകത്തേക്ക് ഇതാക്കി വെക്കണം. അപ്പോൾ ഇത് വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ വെള്ള കളർ. ഇനി എനിക്ക് മേടിക്കാനുള്ളത് വെള്ള കളറാണ്. ഞാൻ സ്പെല്ലിങ് എഴുതുന്നത് തെറ്റാട്ടോ. BOUGAINOILILLE. അപ്പം ഇതാണ് ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഒരു ഗിഫ്റ്റ്. പിന്നെ ഇതിൻ്റെ കെട്ടിയം മേടിച്ചു തന്നതാണ്, ആന്തൂറിയം. ഓക്കെ, അപ്പം ഇതാണ് ആന്തൂറിയാണിത് എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇത് ഫ്ലവർ മേടിച്ചു തന്ന എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതുതന്നെ
ജാസ്മിൻ. അതിൻ്റെ നിറയെ മുട്ട ഉണ്ടായിരുന്നു. അതെല്ലാം എന്തേ പൂവൊക്കെ ആയി വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് തലേദിവസം ഇത് ഒപ്പടി വാടിപ്പോയി, വെള്ളമില്ല. മിനി ചേച്ചി തന്നതാണ്, ഓർക്കിഡാണ്. അപ്പോൾ അതിനിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പം അതാണ് വേറൊരു ഗിഫ്റ്റ്. ചേച്ചി അതിനകത്തൊരു കാർഡൊക്കെ തന്നായിരുന്നു. അപ്പം നിങ്ങളെ കാണിച്ചില്ല, ഇതാണ് ചേച്ചി തന്ന എൻ്റെ ബർത്ത്ഡേ കാർഡാണിത്. ഹോപ്പ് യുവർ ഡേ ഈസ് ഫുൾ ഓഫ് ലോട്ട്സ് ഓഫ് ഹാപ്പി തിങ്സ് ടു ഡു. അപ്പം ഇതാണത്, ചേച്ചി തന്ന കാർഡാണ്. ഓക്കെ. പിന്നെ അതെ എൻ്റെ ഗിഫ്റ്റുകളെല്ലാം ഞാൻ ഇവിടെയാണ് വെച്ചേക്കണേ. ഇവിടുന്ന് ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോകാം. നമുക്ക് അവിടെ ലോഞ്ചിൽ കൊണ്ടേ ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. എനിക്കിവിടെ ഭയങ്കര തണുപ്പാണ് ഈ റൂമിൽ. പിന്നെ ഇത് ഷൈനി ചേച്ചി എന്നാണ്. ഇതും ഈ ബൊക്കയുമില്ല, നിങ്ങൾ കണ്ടതാണല്ലോ. ഇതെനിക്ക് ഒന്ന് പറിച്ച് കുഴിച്ച് വെക്കണം വലിയ ചട്ടിക്കകത്തേക്ക്. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല അതിൻ്റെ, അത് കാരണം ഇനി ഇതും കൂടെ ഒന്ന് പറിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം. ഞാനിത് എല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം എന്തേ ഫസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് എന്നാ പറയുന്നത്, ഇത് ആരുടെയാണ് എന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. നല്ല ദൈവത്തില്ല ഓക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പം ഇത് ഒരു കാർഡുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ബാഗ്, എനിക്ക് തോന്നുന്നു ഇത് ബിച്ചേച്ചിയാണ്. ബിച്ചേച്ചി എപ്പോഴും എനിക്ക് ബാഗാണ് സാധാരണ കൊണ്ട് തരാറുള്ളത്. റിവർ ഐലൻഡ്. എനിക്ക് എന്തോരം ഗിഫ്റ്റ് ബാഗുകൾ കിട്ടിയിട്ടുണ്ടെന്നറിയോ. ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുന്നത്, എനിക്കൊരു കംഫർട്ടബിളായ ചില ബാഗുകളുണ്ട്. ആ ബാഗാണ് ഞാൻ എപ്പോഴും, അത് കീറി പറഞ്ഞാലും ഞാൻ അത് തന്നെ ഇട്ടുണ്ട് ആൾക്കാർ. എന്നിട്ട് എൻ്റെ വാർഡിലത്തെ കുറച്ച് സ്റ്റാഫ് എനിക്ക് ബാഗ് എങ്ങാനും ഇല്ലേ ഇനി എന്നോർത്തുകൊണ്ട് ആൾക്കാർ എനിക്കൊരു ഞാൻ ആ വാർഡിൽ നിന്ന് മാറിയപ്പം ആ വാർഡിൽ നിന്ന് എനിക്കൊരു ബാഗ് മേടിച്ചോണ്ട് തന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, രശ്മിക്ക് പായുടെ ബാഗൊക്കെ കീറിയിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാഗ് മേടിച്ചിരുന്നത്. പക്ഷേ ആ ബാഗ് എൻ്റെ ഫേവററ്റ് ബാഗാണ്. അത്രയും ഒരു കംഫർട്ടബിളായ ഒരു ബാഗ് എനിക്ക് കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ മാറാത്തതാണ്. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് എനിക്ക് ബാഗ് മേടിച്ചു തന്നു. അതുപോലെ എനിക്ക് എന്തോരം ബാഗ്, ഞാൻ നിങ്ങളെ പ്രാവശ്യം ബാഗിൻ്റെ കളക്ഷൻസ് കാണിക്കാം. 1000കണക്കിന് ബാഗുണ്ട്. പക്ഷെ ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ഗിഫ്റ്റ് തന്ന സാധനങ്ങൾ എനിക്ക് വേറെ ആർക്കും കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതെ അടുത്ത ബാഗ്, ഇത് റിവർ ഐലൻഡ് എന്ന എഴുതിയ കമ്പനിയാണ്. ഇങ്ങനെ തുറക്കുന്നതാണ്. ഞാനിതൊന്നും തുറന്നു നോക്കില്ല, ഞാൻ ഇന്നാണ് ഇത് ആദ്യമായിട്ട് ഇതൊക്കെ നോക്കുന്നു കേട്ടോ. ഇത് മാഗ്നറ്റിക് സ്റ്റാപ്പാന്ന് തോന്നുന്നു. ഇതിങ്ങനെ തുറന്നെടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ചടുത്ത് വന്നിട്ട് കാണിക്കാവേ. അപ്പം എന്തേ പോക്കറ്റ് സ്ട്രാപ്പൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ വള്ളിയാന്ന് തോന്നുന്നത്. യെസ്, നീളത്തിലുള്ളൊരു വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അതേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇടാം കേട്ടോ. വെള്ളമോ, പിന്നെ ഇതിൻ്റെ അകത്തൊരു സിപ്പുണ്ട്. ആക്ച്വലി നല്ലൊരു ബാഗാണെന്ന് തോന്നുന്നു. നല്ല കംഫർട്ടബിൾ, നല്ല ലെതറാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പണ്ട് എൻ്റെ ബർത്ത്ഡേക്കും ചേച്ചിയൊരു ബാഗാണ്, നല്ല അടിപൊളി ബാഗാണ്, ഒരു ബ്ലൂ കളർ. അത് ഞാനൊന്ന് തുറക്കാൻ തന്നെ ഞാൻ പെട്ട പാടൊന്നും പറയണ്ട. ഭയങ്കര പോഷ് ബാഗായിരുന്നു. എനിക്ക് തോന്നുന്നു ബിച്ചേച്ചിയാണ് കേട്ടോ. നമ്മളിതൊരു കാർഡ് പോലും തുറന്നു നോക്കിയില്ല. ഞാനങ്ങ് പറയുകയാണ് ബിച്ചേച്ചി ആയിരിക്കുന്നു. ബിച്ചേച്ചിയാണ് സാധാരണ എനിക്ക് ബാഗൊക്കെ മേടിച്ച് തരുന്നത്. എങ്ങനെയാണോ ദൈവം ഇനി അടയ്ക്കുക, ഞാൻ ഒത്തിരി അങ്ങ് തിരിച്ചു വെച്ചെന്ന് നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ. അപ്പം ഇതിൻ്റെ വേറൊന്നും ഇതില്ല, റിവർ ഐലൻഡ്. ഓക്കെ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ, കാണിച്ചു തരാം. ഇത്രയും നീളമുണ്ട് കേട്ടോ. ഷോർട്ട് സ്ട്രാപ്പ് ഉണ്ടോ, ഇവിടം വരെ. അപ്പോൾ ഇത് കംഫർട്ടബിളാണ്, നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാം. പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിടണമെങ്കിലും, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടിടണമെങ്കിലും ഇതുണ്ടോ, എക്സാക്റ്റ് സൈസാണ്, വളരെ കംഫർട്ടബിളാണ്. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ വെരി ഗുഡ്, നൈസ്, ഫാന്റാസ്റ്റിക്, ഐ ലൈക്ക് ഇറ്റ്. എനിവേ, ആരാ തന്നാൽ നമ്മളിത് നോക്കിയിട്ടില്ല. എന്നൊക്കെയാണ് നോക്കിയേക്കാം. എനിക്ക് തോന്നുന്നു അത് ബിച്ചേച്ചി ആയിരിക്കും. നോക്കട്ടെ. സാധാരണ ഇവിടെ ബ്ലൂ ബോയ്സിനാണ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ 14th ബർത്ത്ഡേയുടെ ഓക്കെ, ഓൺ യുവർ 14th birthday you are turning 40, coming into your prime, so celebrate that fact and have a great time. It's nice. നോക്കട്ടെ, തുറന്ന് നോക്കട്ടെ. യെസ്, എൻ്റെ പ്രതീക്ഷ, എൻ്റെ ഇമാജിനേഷൻ തെറ്റൊന്നുമല്ല, ബിച്ചേച്ചിയുടെ ഒക്കെ തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പം അത് ബിച്ചേച്ചി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചത്. എൻ്റെ വാർഡിലുള്ള നീതി,
പക്ഷേ നീതിക്ക് വരാൻ പറ്റിയില്ല. അപ്പം നീതിയുടെ മക്കളുടെ കയ്യിൽ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടു. അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നത് പെർഫ്യൂം ആണെന്ന് തോന്നുന്നു. റോക്ക് റിയാൻ പെർഫ്യൂം. ഇത് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെയാണേ. ഓക്കെ, പ്രൈസ് പെർഫ്യൂം. മണം എന്താണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ മണമൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. ആക്ച്വലി ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ, വെളിച്ചം കിട്ടാൻ കണ്ണ് കാണാൻ മേല. ഓക്കെ, അപ്പം ഇത് പെർഫ്യൂമാണ്. നോക്കട്ടെ. ഓ, കോഷ് ബോട്ടിൽ. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഞാൻ നോക്കട്ടെ, മണം കയ്യിലടിച്ച് നോക്കട്ടെ. അത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൈയുടെ ഔട്ടർ സ്കിന്നിൽ അടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് പോയി മണക്കുകയും ചെയ്യരുതെന്നാണ് ആക്ച്വലി. ജസ്റ്റ് അതിൻ്റെ വേപ്രൈസ് ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നിൽക്കുന്ന മണമാണ് നമ്മൾ ശരിക്കുള്ള മണം. എനിക്ക് നല്ലൊരു മണമൊക്കെയാണ്, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ മണം എന്നെനിക്കറിയത്തില്ല. എനിക്ക് മണം കിട്ടിത്തുടങ്ങി, പക്ഷെ അതാ ഒരു റൈറ്റാണോ എന്ന് എനിക്കറിയില്ലെന്നേ ഉള്ളൂ. നല്ല മണമാണ്. അപ്പം ഇതിൻ്റെ അളപ്പന്തി. ഓക്കെ. അപ്പം ഇതാണ് നീതി എനിക്ക് മേടിച്ചു തന്ന പെർഫ്യൂം. നല്ല വിലയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണം നോക്കാം. റോക്ക് ബൈ റിയാൻ, ROGUE. എനിക്ക് ഞാൻ ഓൾറെഡി ഒരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ട് A1 അത് കാരണം അതിൻ്റെ ഉണ്ട്. അതിപ്പോൾ ഞാനിത് ചിലവാക്കേണ്ട ആവശ്യമില്ല. നേരെ വയ്ക്കുക. ഓക്കെ. റോജ് തന്നെയാണ് ഇത് വിളിക്കേണ്ടത്, എനിക്കറിയില്ല. എനിവേ ഇത് UK-ത്തെയാണ്. പെർഫ്യൂമിൽ റിയാൻ.com. റിയാൻ ട്രേഡ് മാർക്ക് സോൾഡ് ബൈ റോറേജ് ട്രേഡ്. ഓക്കെ, അപ്പോൾ അത് നീതിയുടെയാണ്. ഞാൻ നോക്കട്ടെ. അപ്പം ഇതാണ് എൻ്റെ കാർഡ് മാർക്സ്. ഞാൻ ബാഗുകളൊന്നും കളയാറില്ല. ബാഗെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം. നമുക്ക് റീസൈക്കിൾ ചെയ്യാം. അപ്പം നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ബാഗുകൾ പേരൊന്നും ഇല്ലെങ്കിൽ നമുക്കത് വേറെ ആർക്കെങ്കിലും ഇത് കൊടുക്കാം കേട്ടോ. എന്നാ പറയുന്നത്, ബിക്കോസ് നമ്മൾ വെറുതെ പേപ്പർ ഇവർ പറയുന്ന പോലെ റീസൈക്ലിങ് എപ്പോഴും നല്ലതാണ്. കാരണം എന്നാ പറയുന്നത്, അത് അത്ര ചീത്ത കാര്യങ്ങളൊന്നുമല്ല. കാരണം നമ്മൾ പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ലഭിക്കുന്നത്. അപ്പം മരങ്ങളെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ കഴിയുന്നിടത്തോളം റീസൈക്കിൾ ചെയ്യുക. പ്ലാസ്റ്റിക് സാധനങ്ങളാണെങ്കിലും കുപ്പിയും ഗ്ലാസ് ഞാൻ ആക്കി ഇറക്കുന്നതെന്ന് എൻ്റെ കെട്ടിയവൻ എന്നോട് പറയാം. എന്നറിയാം, ഞാൻ എല്ലാ വേസ്റ്റ് സാധനങ്ങളിലും ചെടിയൊക്കെ കൊണ്ടുപോയിച്ചേക്കും. എന്തിനാ കളയുന്നത്? പിന്നെ നമ്മൾ ചെടിച്ചിട്ട് പൈസ കൊടുത്ത് മേടിക്കുകയോ വേണ്ട, എന്നാൽ പിന്നെ നമ്മളത് എന്നാ പറയുന്നത് ഉപയോഗിക്കുകയാണ്. അപ്പം നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചിരട്ട വരെ ചെടി ഉണ്ടാക്കി കുഴിച്ച് വെക്കും. അതാണ് ഞാൻ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ കാർഡ്. ഹാവ് എ 14 fabulous birthday. Oh, beautiful. Like it. Dear Rashmi, with love from Neeti and family, have a great year ahead. Remember, 40 is just the new beginning to a life. That's right. Now I'm going to enjoy my life, because until 40, I suffered a lot. I cried a lot. I was depressed a lot. So I try not to be, but we can't change in just a second like that. Gradually I will try to change it. So beautiful card. ഇത് ഹോൾമാർക്കിനാണ്. നമുക്ക് നല്ല എക്സ്പെൻസീവ് ആട്ടോ ഇവിടുത്തെ കാർഡിനൊക്കെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഏറ്റവും ഒരു വില കുറഞ്ഞ കാർഡ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് ഏറ്റവും വില കുറഞ്ഞ കാർഡ്. അത് നമ്മൾ അത്ര വലിയ ഇതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഒരു കാർഡിൻ്റെയൊക്കെ വില ഇതിനൊക്കെയാണെങ്കിൽ 2.5-3 പൗണ്ടൊക്കെ ആവും ചിലപ്പോൾ. നല്ല വിലയാണ് ഓരോ കാർഡിനും. അപ്പം അതാസ് ഫ്രം നീതി. ഓക്കെ. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇത് തന്നേക്കുന്നത് റജി ചേച്ചിയാണ്. ഇതെൻ്റെ കയ്യിൽ ഇതിങ്ങനെ കൊണ്ട് തന്നതാണ്. അത് കാരണം എനിക്കറിയത് റജി ചേച്ചിയാണ്. രശ്മി രാജ് എന്ന് എഴുതിയേക്കുന്നേ. അവർ രാജേഷിനെ രാജ് എന്ന് വിളിക്കുന്നത് കേട്ടോ രണ്ടുപേരും. അത് കാരണം അവർ രാജ് എന്ന് എഴുതുന്നേ. മിക്കവരും തന്നെ രാജേഷിനെ രാജ് എന്നാണ് വിളിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും അറിയത്തില്ല രാജ് എന്നുള്ള പേര്. കാരണം ഇവിടെ എല്ലാവരും വീട്ടിൽ അങ്ങനെ രാജിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡൊന്ന് കൊടുക്കണം. ബ്യൂട്ടിഫുൾ പിങ്ക് കളർ. ഓ, ബ്യൂട്ടിഫുൾ കാർഡാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ സ്പെഷ്യൽ ഫ്രണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ പ്രിറ്റി കാർഡ്. ഓക്കെ. Just a little thought of you can bring about a smile. You are one of these few people who can make
ലൈഫ് സോ വർത്ത് വയൽ. ബ്യൂട്ടിഫുൾ കാർഡ്. ഓ മൈ ഗോഡ്, ലുക്ക്. ഇതിങ്ങനെ ഒരു പേപ്പർ. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഇങ്ങനെ ചാടുന്നുണ്ട്. ഓ വാവ്, ഇത് ഞങ്ങളുടെ വീടിൻ്റെ അതുള്ള ചെടിയില്ലേ, അതിൻ്റെ ഭംഗിയുണ്ട്. എന്നോ രസം. ഓ മൈ ഗോഡ്, സോ പ്രിറ്റിനെ. ഞാൻ ഇങ്ങനെയൊന്ന് വെക്കട്ടെ ഈ കാർഡ്, എന്നിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ അടച്ചിട്ടെ. ഓക്കെ, അപ്പം എന്നാ പറയുന്നത്, നല്ല കാർഡ്, ബ്യൂട്ടിഫുൾ കാർഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. Okay, a call from you just somehow seems to brighten up my day and makes me feel so grateful for your kind and caring way. ഇത് റൈ ചേച്ചിയാണ്. റൈ ചേച്ചി ഭയങ്കര സ്നേഹമാണ്, എന്നാൽ ഞങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണ്. അയ്യടാ, നല്ല രസം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കാർഡ്. ഒത്തിരി വൃത്തിയാണ്. എനിക്ക് ഈ പൂക്കളോട് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ കാർഡ്. You are someone I really upon. If ever I am in need, you are and always will be such a special friend. Have a wonderful birthday. I am proud to have you as a friend. I am proud to be yours too, and I am hoping that your birthday makes you every wish come true. Have a wonderful day. From George, Reggie, Dhani and Talia. Okay, it's a beautiful card. വാവ്, ഇതിനൊക്കെ നല്ല പൈസയാവും. പക്ഷേ എനിക്ക് കാർഡൊന്നും, ഞാനൊരു കാർഡ് പോലും എനിക്ക് കിട്ടിയപ്പോൾ മുതൽ കാർഡ് കളയത്തില്ല. ഞാനതൊരു ബാഗിൽ ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച്, എനിക്ക് കാർഡൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ മോൻ്റെ കാർഡൊക്കെയാണല്ലോ എല്ലാം ഞാൻ ഇങ്ങനെ വെച്ചാണ് സൂക്ഷിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരതിനകത്തൊരു ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ടുണ്ടേ. റെജിമോൾ ജോർജ്, ഹാപ്പി ബർത്ത്ഡേ രശ്മികല. ഓ, ടെസ്കോയിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കട്ടെ. ചേച്ചിനകത്ത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ സാധനങ്ങളൊന്നും മേടിച്ച് കൊടുത്ത്, ഇൻ കേസ് ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാരത് കളയത്തില്ല. അപ്പം നമ്മൾക്ക് എന്നാ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കാർഡ് ഒരെണ്ണം മേടിച്ച് കൊടുക്കാം. ചില ഗിഫ്റ്റ് കാർഡിൽ നമുക്ക് എല്ലാ കടയിൽ നിന്ന് സാധനം മേടിക്കാം. ചില ഗിഫ്റ്റ് കാർഡിൽ നമുക്ക് ഒരു സ്പെഷ്യൽ കടയിൽ നിന്ന് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ഗ്രോസറീസ് ഒക്കെ മേടിക്കുന്ന കടയാണ് മസ്ത, ടെസ്കോ, മോറിസൺ, സെയിൽസ്ബറി, അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പം എന്നാ പറയുന്നത്, അതായത് ഫ്ലവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കുക. പിന്നെ എന്നാ പറയുന്നത്, ഇങ്ങനെ ചില വൗച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് പല കടകളിലും ഉപയോഗിക്കാവുന്നതുണ്ട്. ഈ വൺ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു എന്നാണെന്നറിയോ, ഈ മഴയും വെയിലും എല്ലാം കൂടെ ഇങ്ങനെ ക്ലൗഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇരുട്ട് വെട്ടുന്ന വരും, പിന്നെ അങ്ങ് വെളിച്ചം വരും. അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്താണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കാർഡ് മേടിച്ച് കൊടുത്തപ്പം അവർക്ക് അവിടെ നിന്ന് സാധനം മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സൊക്കെയാണ് ഡെബൻഹാംസിൻ്റെ, ഇപ്പോൾ ഡെബൻഹാംസൊക്കെ അടച്ചു. ഇപ്പോൾ ഡെബൻഹാംസിൻ്റെ ഒക്കെ കാർഡ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഡ്രസ്സോ, പെർഫ്യൂം, ചെരുപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും മേടിക്കാം. അപ്പം നമുക്ക് ചിലത് നമ്മൾ മേടിച്ച്, ചില ആൾക്കാർ ഭയങ്കര പെക്യൂലിയർ കാണും, ഫസ്സി ആയിരിക്കും. ചില സാധനങ്ങൾ അത് മാത്രമേ ഇഷ്ടമുള്ളൂ, അത് മാത്രമേ എടുത്തുള്ളൂ, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗിഫ്റ്റ് കാർഡ് മേടിച്ച് കൊടുക്കാം. എനിവേ ചേച്ചി ടെസ്കോടെയാണ് തന്നേക്കുന്നത്. ടെസ്കോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും മേടിക്കുന്നില്ല. അപ്പം ഇത് നമുക്ക് ടെസ്കോയിൽ നിന്ന് പോയി എന്ത് വേണം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം വളരെ യൂസ്ഫുള്ളാണ്. ആക്ച്വലി ഗിഫ്റ്റ് നമ്മൾ 1 രൂപ തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ്, അല്ലേ? ഞാനങ്ങനെയാണ് കേട്ടോ, എനിക്കങ്ങനെയാണ്. എനിക്കൊന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. വരിക, ഭക്ഷണം കഴിക്കുക, നമ്മളോടൊരു നല്ല വാക്ക് പറയുക, അതാണ് നമുക്ക് ഏറ്റവും ഇത്. പക്ഷേ എനിക്ക് പറ്റിയ അനുഭവങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും സാധനം മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട്, എക്സ്പെഷ്യലി പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറ്റങ്ങൾ കേൾക്കുകയാണ് അപ്പം നമ്മളെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടാണ് ശരിക്കും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് മേടിച്ച് കൊടുക്കും നല്ല വാക്കുകൾ കിട്ടുന്നത് കേട്ടോ. UK വന്നതിന് ശേഷമാണ്. അത് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്. പിന്നെ എന്നാ പറയുന്നത്, അപ്പം ഇങ്ങനെ എന്നിട്ട് ഞാൻ റെസിപ്റ്റ് ഒന്നും കാണിക്കത്തില്ല, ഒരു റെസിപ്റ്റ് തരും. ഇതിനകത്ത് പിന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുക ഗിഫ്റ്റ് കാർഡ് ഉപയോഗിക്കാനെങ്കിൽ, അപ്പം നമുക്ക് ഇത് കാണിച്ചിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ, ഇത് കോളൊക്കെ വിളിച്ച് നമുക്ക് ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ വിളിച്ച് അവരെ കസ്റ്റമർ സർവീസ് വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പൈസ ഗിഫ്റ്റ് കാർഡിലിടാം. 5 പൗണ്ട് വേണമെങ്കിൽ ഇടാം, 10 പൗണ്ട് ഇടാം, 15 ഇടാം, 20 ഇടാം, 25, അങ്ങനെ ഇഷ്ടമുള്ള പൈസ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം കേട്ടോ. അതാണ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പം നല്ല ബ്യൂട്ടിഫുൾ കാർഡായിരുന്നു തന്നെ. പിന്നെ അടുത്തത് വേറൊരു ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്നത്.
ഇതിൻ്റെ കവർ ഇതാണ് കേട്ടോ, ബ്ലൂ കവർ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു കനമുണ്ട്. ആരുടെയാണെന്നൊന്നും ഞാൻ ആക്ച്വലി ഓർക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ പേരൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് നോക്കാവേ, തുറന്ന് നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഈ പാകിൻ്റെ ഒരു ഉപകാരം എന്നാണെന്നറിയാം, നമുക്ക് എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് വേറെ പുതിയാനൊന്നും നിൽക്കണ്ട. ഇനി അങ്ങോട്ട് ഇട്ടാൽ മതി എല്ലാം കൂടെ. ഇതിനകത്ത് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇത് ഇനി മാറ്റി നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറെയാണെന്ന് ഓർത്തെടുത്ത്. ഇത് നന്നായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ ഒരു ബ്ലൂ ഫ്ലവർ, ഒരു ഗോൾഡൻ ഫ്ലവർ. ഇത് ലുക്ക് ലൈക്ക്, ഓ മൈ ഗോഡ്, ലുക്ക് ലൈക്ക് ഇത് ഷൈനി ചേച്ചിയുടെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അറിയാൻ മേല. അപ്പം ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് 40 ദ നമ്പർ വിങ്സ് ഐ നീഡ് എവറി ആഫ്റ്റർനൂൺ. ഓക്കെ, ലെറ്റ് മീ സീ. ഓപ്പൺ ചെയ്തിട്ട് നോക്കട്ടെ. തുറക്കാൻ ഇച്ചിരി ഓക്കെ, തുറക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഷൈനി ചേച്ചി തന്നെയാണ്. ഞാൻ അവർക്ക് കുറേ ഇങ്ങനത്തെ കപ്പുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പ് ഷൈനി ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇരിക്കുന്നത് കണ്ട. മിക്കവാറും ഇത് ഷൈനി ചേച്ചിക്ക് ആകാനാണ് ചാൻസ്. ലെറ്റ് മീ സീ. തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, 40 ദ നമ്പർ ഓഫ് വിങ്സ് ഐ നീഡ് എവറി ആഫ്റ്റർനൂൺ. ഓക്കെ, നല്ലൊരു കപ്പാണ്, മുഴുത്ത കപ്പാണ്. ഓക്കെ, സെഞ്ച്വറി ഹൗസ് UK, സൂട്ടബിൾ ഫോർ മൈക്രോവേവ് ആൻഡ് ഡിഷ് വാഷർ. കണ്ടോ, എനിക്കൊന്ന് കളർ ചേഞ്ച് ആവുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പം നല്ല അടിപൊളി ബോക്സൊക്കെയാണ്. ഓക്കെ, ദിസ് mug is intended to be used for hot drinks. Before use it is recommend the mug to be placed in a sink and taking care filled with boiling water. Leave to stand for 1 minute. അത് കളർ മാറുന്നതല്ല എന്ന് തോന്നുന്നു, അങ്ങനെയൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണത് കപ്പ്. ഓക്കെ, നല്ല അടിപൊളി ബോക്സ്. അപ്പോൾ 40 എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട്. നല്ല ഭംഗിയാണേ. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് നോക്കാം. 40. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ആ കവറിൽ തന്നെ. കാർഡുണ്ട്, പിന്നെ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. ഇങ്ങനെ വെച്ചാൽ ഇത് നമുക്ക് സ്പേസും സേവ് ചെയ്യാം. ഇങ്ങനെ തന്നെ സൂക്ഷ്മമായിട്ട് പായ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര എഴുതിയിട്ടുണ്ട്, യെസ് ഷൈനി ചേച്ചി എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം ഇവരത്. വിഷ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ രശ്മി, ഹോപ്പ് ദിസ് ബർത്ത്ഡേ ബ്രിങ് യു ലോട്ട്സ് ഓഫ് ഹാപ്പിനെസ്, ലവ് ഷൈനി ചേച്ചി. ഓക്കെ, എനിവേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച എല്ലാം ചെയ്യാൻ പറ്റിയില്ല, എന്നാലും എനിക്ക് കുറച്ച് പേരെയൊക്കെ എങ്കിലും വിളിക്കാൻ പറ്റി. ഇങ്ങനെ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ നടക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. നമ്മൾ ഓരോ ദിവസവും നിയമം എന്താവും ചേഞ്ചസ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിവേ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഷൈനി ചേച്ചി ഓൾറെഡി ആ ഫ്ലവർ മേടിച്ച് തന്ന കേട്ടോ. പക്ഷേ ബർത്ത്ഡേ എന്നല്ല, കുറച്ച് ദിവസം മുമ്പ്. പക്ഷേ എന്നാലും അതും പാർട്ട് ഓഫ് ദ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് നമുക്ക് വേണം പറയാം. ഓക്കെ, ഓ ഇതും ഒരു പെർഫ്യൂമാണ്, എറ്റേണിറ്റി മൊമെൻറ്റ് ഹീറ്റ് പെർഫ്യൂംസ് കാൽവിൻ ക്ലൈൻ. സ്മെല്ല് നമുക്കൊന്ന് നോക്കാം. നീതിയുടെ പെർഫ്യൂമിൻ്റെ മണം ഇപ്പോഴും നന്നായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാൽവിൻ ക്ലൈൻ ഇതാണ്. നോക്കട്ടെ, ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. ഇത് എത്ര ml ആണ്? 100 ml ആട്ടോ. 100 ml നല്ല പൈസയാകും. ഓക്കെ, ഓ പെർഫ്യൂം. ഇതിൻ്റെ മണം ഞാനൊന്ന് നോക്കട്ടെ. അടിപൊളി ബോട്ടിലൊക്കെയാണ്. അപ്പം ഞാൻ അവിടെയാണ് കയ്യിലടിച്ചത്. അപ്പോൾ ഇവിടെ അടിച്ച് നോക്കട്ടെ. ഓ നല്ല മണം. എനിക്ക് മുല്ലപ്പൂ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു മണമുണ്ടല്ലോ,
ആ മണം എനിക്ക് തോന്നി. ആ നല്ല ബ്യൂട്ടിഫുൾ സ്മെല്ല്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് പുതിയ ഫോണില്ലേ, സാംസങ് ഗാലക്സി S21 ഞാനിത് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇയർഫോണൊന്നുമില്ല. എനിക്ക് എൻ്റെ സ്പീക്കറിൻ്റെ അതില്ലേ, എന്നാ പറയുന്നത്, നമ്മുടെ കുത്തിവെച്ച് സംസാരിക്കുന്ന ആ സാധനം, അതും ഇതിനകത്ത് കുത്താൻ പറ്റത്തില്ല. അതിൻ്റെ പ്ലഗ് വേറെയാണ്. അപ്പം എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ കഴിയുന്നിടത്തോളം മാക്സിമം അതിൻ്റെ സൗണ്ട് കൂട്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും കേൾക്കാൻ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ, ഇതിനകത്ത് പെർഫ്യൂം, അക്വ വാട്ടർ, ആൽഫ, പിന്നെ ഇതെന്താണ് ഇത്രയും നല്ല മണം? ഞാൻ ജാസ്മിൻ ആണെന്ന് വിചാരിച്ചേ. ഓ ബ്യൂട്ടിഫുൾ സ്മെൽ, ഐ ലൈക്ക് ഇറ്റ്. ഇത് ഈ മണം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും അപ്പം മേ ബി ഒറിജിനൽ മണം കേട്ടോ, എനിക്കറിയത്തില്ല. നല്ല മണമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വായ് ബ്യൂട്ടിഫുൾ. താങ്ക് യു ഷൈനി ചേച്ചി ആൻഡ് ഷെലി ചേട്ടൻ. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു ഗിഫ്റ്റ്. അത് മാറ്റി വെക്കട്ടെ. അപ്പം കാർഡ് വായിച്ച് നോക്കാം. കാർഡ് ഞാൻ വായിച്ചില്ല ഇതുവരെ. അതും ഫ്ലവേഴ്സ്. അനദർ ബ്യൂട്ടിഫുൾ കാർഡ്. എൻ്റെ കാർഡുകളെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എൻ്റെ കാർഡെല്ലാം വളരെ പ്രിറ്റി കാർഡ്. ഓക്കെ, ഫാബുലസ് 40 അങ്ങനെയാണ് ഇവർ പറയുന്നത് കേട്ടോ. 40ക്ക് ഫാബുലസ് 40 എന്ന് പറഞ്ഞത്. ഫാബുലസ് ആൻഡ് 40 ആർ വേർഡ്സ് ദാറ്റ് സ്പ്രിംഗ് ടു മൈൻഡ്. യു ലുക്ക് ആസ് ഗുഡ് ആസ് എവർ. ദർ ഇസ് നോ ഡൗട്ട് യു ആർ ഇൻ യുവർ പ്രൈം. My prime. May every single moment of your birthday being a smile. Raise a glass to one more year and celebrate in style. Yes, beautiful കാർഡ്. നിങ്ങൾ കണ്ടോ, നല്ല പടങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാർഡുകളൊക്കെ എനിക്ക് കളർഫുള്ളാണ്. നമ്മളെ ലൈഫ് കളർഫുൾ അല്ലെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെ കളർഫുൾ ആക്കണം അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കാർഡ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? റേച്ചേച്ചിയുടെ കാർഡ് പോലെ തന്നെയാണ്. ബിക്കോസ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ and life begins today. Don't think you are getting older, just better in every way. The future's full of promise, and so is hoped. You will see that fabulous and 40 is the perfect age to be enjoy every minute. That's right. അതാണ് എൻ്റെ എയിം. Wish you a splendid birthday that you never forget. With love, ഷെലി ചേട്ടൻ, ഷൈനി ചേച്ചി, ആലു ആൻഡ് മിനി. ഓക്കെ, ബ്യൂട്ടിഫുൾ കാർഡ്, ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ കാർഡുകളെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. എനിവേ, അതൊരു കാർഡ്. ഇനി അടുത്തത് ഞാൻ എടുക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഇതെനിക്ക് തോന്നുന്നു രജനി ചേച്ചിയാണ് തന്നതെന്ന് തോന്നുന്നു. കാരണം റെഡ് കളർ ബാഗ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഗിഫ്റ്റ് ഇതിനകത്ത് എടുത്തായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഗിഫ്റ്റ് ഞാൻ ഇങ്ങോട്ട് എടുക്കാം. പിന്നെ പുകയുന്നില്ല ചേച്ചി തന്ന കേട്ടോ. അപ്പം ഇത് ഇതിനകത്തേക്ക് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജിമിക്കി കമ്മൽ ഇല്ലേ, അതിൻ്റെ അകത്തുനിന്ന് ചേച്ചി ഓർഡർ ചെയ്താൽ, ഞാൻ ഓർഡർ ചെയ്തല്ല, ഒരു ജ്വല്. അപ്പം ഇത് മുത്തൊക്കെ വെച്ചത് ഇങ്ങനെയാട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാമോ? കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതില്ലേ, കണ്ടോ? ഇത് മയിലാണ്. റെഡും ഗ്രീനും ഒക്കെ ഉള്ളതാണ്. എൻ്റെ റെഡും ഗ്രീനും ഒക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർക്കൊക്കെ അറിയാം എനിക്ക് ഫേവററ്റ് കളർ റെഡും ഗ്രീനുമാണ്. അത് കാരണമാണെന്ന് തോന്നുന്നു. ഇതിടാനും എളുപ്പമുണ്ട്. കൊളുത്ത് ഇങ്ങനത്തെയാണ്, നമുക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടതേ. ഇട്ട് കാണിക്കാം. നമുക്കതിൻ്റെ സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇടാൻ നല്ലതാണ്. കണ്ട, നല്ലതല്ലേ? സെറ്റ് സാരിയുടെ ഒക്കെ കൂടത്തി ഇതിടാൻ നല്ലതാണ്. പിന്നെ ഇയറിങ്സ്, ഇതാണ് കേട്ടോ ഇയറിങ്സ്. ഇതും ഇങ്ങനെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇതെനിക്ക് കാണിക്കാൻ അറിയത്തില്ല. അതെ, ഇതുണ്ടോ? ഇതാണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 മുത്ത് വെച്ചിട്ടുണ്ട്. കാരണം 2 അല്ല 3 ഉണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കുഴിഞ്ഞു പോയാൽ നമുക്കതിൽ ആഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇങ്ങനെ 3 മുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ കമ്മലുമാരെയൊന്നും ജിമിക്കി കമ്മലിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അവർ ഓർഡർ ചെയ്തത് ഇവർക്ക് കിട്ടി. ആരുടെ ആണെങ്കിലും നമുക്ക് കിട്ടിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ പക്ഷേ ഇത് ഞാൻ ഇട്ടില്ല. ഞാൻ വേറെ എൻ്റെ പഴയത് തന്നെയാണ് ഞാൻ ഇട്ടത്. ഓക്കെ, അപ്പം ഇതാണ്
പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ വേറൊരു ഫേവററ്റാണ് എൻ്റെ ചോക്ലേറ്റ് എന്താ പറയുക ഫെറാറയും ലിൻഡോറുമാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ചോക്ലേറ്റ് കേട്ടോ. അത് പണ്ടും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നപ്പോഴും അത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അന്നേരം ആൾക്കാർ പറയും നീ എക്സ്പെൻസീവ് ചോക്ലേറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ. ആക്ച്വലി അത് കഴിച്ചപ്പോൾ മാത്രമേ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടില്ല. ബാക്കി ഏത് ചോക്ലേറ്റ് കഴിച്ചാലും എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് പിസ്സ ഒന്നും കഴിക്കാറില്ലായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്പോഴാണ് ഞാൻ എല്ലാ ചോക്ലേറ്റും ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പം ഇതാണ് രജനി ചേച്ചിയുടെ ഒരു ഗിഫ്റ്റ്. പിന്നെ ചേച്ചി ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഫെറാറോ ചോക്ലേറ്റ്. ഇതെൻ്റെ ഫേവററ്റാണ്. ഫാറ്റൊക്കെ 42.7 ഗ്രാമൊക്കെ കേട്ടോ. ഇത് ഞാനിപ്പം തന്നെ ഒരെണ്ണമെങ്കിലും തിന്നില്ലെങ്കിൽ എനിക്കത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കിട്ടത്തില്ല. തക്കട് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഫേവററ്റാണ്. ആക്ച്വലി എനിക്കാന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ മേടിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാനിത് പിന്നെ തിന്നാം. പണ്ടും എൻ്റെ സ്വഭാവം ഇതായിരുന്നു, പിന്നെ തിന്നാം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആൾക്കാരെല്ലാം തിന്ന് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആവശ്യം അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴത്തെ ഞാൻ ചെല്ലുമ്പോഴത്തേനും ഈ സാധനമൊക്കെ എല്ലാവരും തിന്ന് ബോക്സ് അവിടെ എംപ്റ്റി ആയിട്ടുണ്ടായിരിക്കും. അതാണ് സാധാരണ സംഭവിക്കുന്നത് ഇവിടെ. എന്താ പറയുന്നത്, ഇത് അപ്പം അയ്യോ തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ് തുറക്കാൻ പറ്റാതെ? എനിക്കിതിനുള്ള ബലം പോലും ഇല്ല. ഓക്കെ തുറന്നു. അപ്പോൾ അയ്യോ താഴെ പോയി. അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ചോക്ലേറ്റ് തിന്ന് ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഈ ചോക്ലേറ്റിനുണ്ടല്ലോ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ. ഒരു ചെറിയൊരു 5-10 എണ്ണത്തിനാന്ന് തോന്നുന്നു 4 പൗണ്ട് 99 ചെറിയൊരു ബോക്സിന്. 4 പൗണ്ട് 99 എന്ന് പറയുമ്പോൾ തന്നെ 5 പൗണ്ട് 5 കൊണ്ട് 500-600 രൂപയാണ്. ഈ ഒരു ബോക്സിന് നല്ല പൈസയാവും. അപ്പം ഇങ്ങനെ ഓരോ ബോക്സ് ചോക്ലേറ്റ് ഞാൻ നാട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ ആൾക്കാരോട് പറഞ്ഞു, ഈ മിഠായിയൊക്കെ ഇല്ലേ, ഇതാ കൊച്ചിയിൽ അവിടുത്തെ ആ ഡ്യൂട്ടി പേ ഷോപ്പോ വേറെ പല കടകളിലൊക്കെ കിട്ടും, വലിയ പൈസ 10-100 രൂപയുള്ളത്. അത് പറഞ്ഞ പിന്നെ ഞാൻ ഈ മിഠായി മേടിച്ച് നാട്ടിൽ കൊണ്ട് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് നാട്ടിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പം അവരിതിന് ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് കാണിട്ട് നമ്മുടെ ഒരുമാതിരി പുച്ഛിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ മേടിക്കാറില്ല. ഇപ്പം ഞാൻ എല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് പതുക്കെ കുറച്ച് വരുന്നതാണ്. ഓക്കെ, ഇത് ഒറിജിനൽ കമ്പനിയുടെ ഫെറാറോ ചോക്ലേറ്റാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന കഴിയുമ്പോഴത്തേനും ഇതിനൊന്നും ഒരു വിലയില്ല. അപ്പം ഇതാണ് വേറെ ഗിഫ്റ്റ്. ഓക്കെ, ഞാൻ ചേച്ചിയുടെ കാർഡ് തുറന്നു നോക്കട്ടെ. തിന്നട്ടെ. അതും ഫ്ലവർ തന്നെ. You are 40 today. Happy birthday. Hello. Dear Rashmi, with the best wishes for a fabulous day, belated birthday wishes. Many all your dreams comes true with lots of love. Rajini Chechi, Ragashetan, Neha and Nithin. Beautiful card. ഇതും ഫ്ലവേഴ്സിൻ്റെയാണ്. കണ്ടോ, നല്ല കാർഡ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതോടുകൂടി എൻ്റെ ബർത്ത്ഡേയുടെ ഏകദേശം പരിപാടികളെല്ലാം ക്ലോസായി. അപ്പം നാളെ മുതൽ എൻ്റെ വീഡിയോസ് നമ്മുടെ OIT കുറിച്ചാണ്. നാളെ മുതൽ എല്ലാം അല്ല, എനിക്കറിയാവുന്ന ചില OIT ഇൻഫർമേഷൻ നാളെ മുതൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ചെയ്യും, ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് നാളെ അത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെയുണ്ടല്ലോ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാൽ അവരെ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ചെറിയൊരു മനസ്സിലൊരു ഐഡിയ എനിക്കുണ്ട്. ഐഡിയ എന്നല്ല, ഒരു പ്ലാനുണ്ട്. എനിക്ക് ഒരു ചാനൽ ഒരു ഇംഗ്ലീഷിൽ തുടങ്ങിയാലോ. കാരണം ഞാൻ ഇടുന്ന കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ള ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് മാത്രം അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അത് അവർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ അവർ പറഞ്ഞ ചില വീഡിയോസ് ഞാനൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. അതിൻ്റെ എനിക്കിപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. ഓക്കെ. അപ്പം ഇവിടുത്തെ കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗാർഡനിങ്ങിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. പക്ഷേ സമയം കിട്ടുന്നതനുസരിച്ച് നല്ല വെയിലുള്ളപ്പോഴാണ് ഗാർഡനിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആക്ച്വലി ഇന്ന് എൻ്റെ ബോർഡിൽ എന്നെ കണ്ട കൾച്ചർ ഡേ ആണ്, പോകണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. വയ്യാത്തതുകൊണ്ട് പോയില്ല. എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്നാ പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ഈ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്നതാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ രശ്മി കല എന്നാണ്, RESMIKALA, രശ്മി കല. ദാറ്റ്സ് മൈ ഫസ്റ്റ് നെയിം. പിന്നെ ഫേസ്ബുക്ക് എന്താ പറയുക, ഫേസ്ബുക്ക് എൻ്റെ പേര് തന്നെയാണ്. അതെൻ്റെ പ്രൈവറ്റ് ഫേസ്ബുക്ക് ആണല്ലോ. അപ്പം എനിക്ക് ഫേസ്ബുക്കിൽ ഓൾ റൗണ്ട് വിത്ത് രശ്മി രാജേഷ് എന്നാണ്. അപ്പം അത് തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ പേജ് കിട്ടും, ഓൾ റൗണ്ട് വിത്ത് രശ്മി രാജേഷ് എന്ന്. അപ്പം അത് നോക്കൂ. അപ്പം അതിൻ്റെ അകത്ത് തന്നെ മെസ്സേജ് വിടും. അപ്പം എൻ്റെ ഗൂഗിളിൻ്റെ ഇമെയിലും ഞാൻ ഇനി മുതൽ നോക്കുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നോക്കി, എനിക്ക് 2-3 മെയിലുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിലെ നമ്മുടെ വർക്ക് മെയിലുണ്ട്, അത് നോക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇമെയിലുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ ഗൂഗിളിൻ്റെ ഇമെയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ സമയം വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നിടത്തോളം ഞാൻ എല്ലാവർക്കും ഞാൻ മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും മറുപടി തന്നിട്ടില്ലെങ്കിൽ അത് അതിൽ പോയി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടും. ഓക്കെ. അപ്പം വേറൊരു ദിവസം വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.